തിരുവനന്തപുരം വട്ടപ്പാറയിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന ശേഷം തൂങ്ങി മരിച്ചു. വൃദ്ധ ദമ്പതികളായ ബാലചന്ദ്രൻ, ജയകുമാരി എന്നിവരാണ് മരിച്ചത്. മരുമകൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. വട്ടപ്പാറ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് അട്ടപ്പാടി അരളിക്കോണത്ത് മകൻ അമ്മയെ ഹോളോ ബ്രിക്സ് കൊണ്ട് തലക്കടിച്ചു കൊന്നു. അരളിക്കോണം ഊരിലെ രേഷിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ രേഷിയുടെ മകൻ രഘുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഉറങ്ങിക്കിടന്ന രേഷിയെ ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രദേശവാസികളാണ് രേഷിയെ ചോരയിൽ കുളിച്ച നിലയിൽ കാണുന്നത്. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. രഘു മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നയാളാണെന്ന് പോലീസ് പറയുന്നു. ചെങ്ങന്നൂരിൽ സഹോദരനെ അനുജൻ ശ്വാസം മുട്ടിച്ചു കൊന്നു. കഴുത്തിൽ കയർ കുരുക്കിയാണ് കൊല നടത്തിയത്. ചെങ്ങന്നൂർ തിട്ടമേൽ പ്രസന്നനെയാണ് സഹോദരൻ പ്രസാദ് കൊലപ്പെടുത്തിയത്. പ്രസാദിനെ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കൊല്ലം കുണ്ടറയിൽ റെയിൽ പാളത്തിൽ പോസ്റ്റ് വെച്ചത് ട്രെയിൻ അട്ടിമറി ശ്രമം തന്നെയാണെന്ന് എഫ്ഐആർ. ട്രെയിൻ അപകടമുണ്ടാക്കി ജീവഹാനി വരുത്താനായിരുന്നു നീക്കം. സംഭവത്തിൽ പിടിയിലായ കുണ്ടറ സ്വദേശി രാജേഷിനെയും പെരുമ്പുഴ സ്വദേശി അരുണിനെയും എൻഐഎ ചോദ്യം ചെയ്തു. കുണ്ടറ പോലീസ് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പിടിയിലായ കുണ്ടറ സ്വദേശി രാജേഷിനെയും പെരുമ്പുഴ സ്വദേശി അരുണിനെയും ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു. ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ എന്നതിൽ എൻഐഎ വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. ഇന്നലെ പോലീസിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. പിടിയിലായ പ്രതികളെ ഇന്ന് സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുത്തു. മദ്യലഹരിയിൽ ചെയ്തു പോയതെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. ടെലിഫോൺ പോസ്റ്റ് മുറിച്ച് ആക്രിയാക്കി വിൽക്കാനായിരുന്നു ലക്ഷ്യം. ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. പ്രതികളെ റെയിൽവേ പോലീസും വിശദമായി ചോദ്യം ചെയ്യും. മുൻപും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരായതിനാൽ അട്ടിമറി സാധ്യതയടക്കം ദുരൂഹതകളെല്ലാം നീക്കി പഴുതടച്ച അന്വേഷണം വേണമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. കുണ്ടറ ആറുമുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപത്തുള്ള റെയിൽവേ പാളത്തിന് കുറുകെയാണ് ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത്. പാലരുവി എക്സ്പ്രസ് കടന്നുപോകുന്നതിന് തൊട്ടു മുൻപായിരുന്നു സംഭവം. പ്രദേശവാസികൾ വിവരം ഗേറ്റ് കീപ്പറെ അറിയിക്കുകയായിരുന്നു. എഴുകോൺ പോലീസ് സ്ഥലത്തെത്തി പോസ്റ്റ് നീക്കം ചെയ്ത് പരിശോധനയും നടത്തി മടങ്ങി. എന്നാൽ പുലർച്ചെ ട്രാക്കിൽ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ പോസ്റ്റ് കൊണ്ടിടുകയായിരുന്നു. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട് കാരശ്ശേരിയിൽ വൻ മോഷണം. 30 പവനോളം സ്വർണമാണ് മോഷണം പോയത്. കുമാരനെല്ലൂർ കൂടങ്ങര മുക്കിൽ വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു സംഭവം. വീടിന്റെ ഓടിളക്കി അകത്തു കടന്നാണ് 30 പവനോളം സ്വർണം കള്ളൻ കൈക്കലാക്കിയത്. കാരശ്ശേരി കുമാരനെല്ലൂർ കൂടങ്ങര മുക്കിലെ ഷെറീനയുടെ വീട്ടിൽ ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം.